സമുദ്രനിരപ്പിൽ നിന്ന് 3850 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കുത്തനെയുള്ള കയറ്റം കയറി മാത്രം എത്താൻ പറ്റുന്ന കൊണ്ടറങ്ങിമലയിലേക്കാണ് ഇന്നത്തെ യാത്ര. തമിഴ്നാട്ടിലെ ഡിണ്ടിക്കൽ ഡിസ്ട്രിക്റ്റിലെ ഒട്ടനച്ചത്രം എന്ന ഗ്രാമത്തിൽ നിന്നും 18 കിലോമീറ്ററോളം ഉള്ളിലേക്ക് പോയാൽ എത്തുന്ന കീരന്നൂർ എന്ന സ്ഥലത്താണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. ഒട്ടനച്ചത്രമാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. ട്രെയിനിൽ വരുന്നവർ അവിടെ ഇറങ്ങി അടുത്തു തന്നെയുള്ള ബസ് സ്റ്റാൻഡിൽ നിന്നും കീരന്നൂരേക്ക് ബസ് കയറി എത്തണം. അവിടെ എത്തുന്നതിനും എത്രയോ മുൻപേ ബസ്സിൽ നിന്നും ഈ മല കാണാൻ സാധിക്കും. ബസ് ഇറങ്ങുന്നിടത്ത് തന്നെ 1-2 കടകളുണ്ട്. അവിടെ നിന്ന് ആവശ്യത്തിനുള്ള വെള്ളവും ലഘുഭക്ഷണങ്ങളും വാങ്ങിച്ചിട്ട് വേണം മുന്നോട്ട് പോവാൻ. ഇവിടുത്തെ വിശ്വാസപ്രകാരം ഈ മല തന്നെ ഒരു ശിവലിംഗമായി ഭക്തർക്ക് ദർശനം നൽകുന്നതായി കാണാം. ഭക്തർക്ക് ഏറെ വിശുദ്ധമായ സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ അവരാരും മല കയറുമ്പോൾ ചെരുപ്പ് ധരിക്കാറില്ല. മലകയറ്റം തുടങ്ങുന്നിടത്ത് ഒരു ചെറിയ അമ്പലമുണ്ട്. അതിനോട് ചേർന്നുള്ള കവാടം കടന്നു വേണം മുകളിലേക്കുള്ള പടികൾ കയറി തുടങ്ങാൻ. BC 13-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യ രാജാക്കന്മാരാണ് ഈ പടികൾ നിർമ്മിച്ച് ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത്. കുറച്ചു ദൂരം പരന്നു കിടക്കുന്ന സ്റ്റെപ്പുകളാണ്. പിന്നീടാണ് കുത്തനെയുള്ള മലകയറ്റം തുടങ്ങുന്നത്. വളരെ ശ്രദ്ധയോടെ മാത്രമേ കയറാനും ഇറങ്ങാനും പാടുള്ളൂ. ഇടയ്ക്കിടെ വീശുന്ന ശക്തമായ കാറ്റിൽ പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. അപകടം നിറഞ്ഞ കുത്തനെയുള്ള കയറ്റമായതിനാൽ രാത്രിയിൽ ആർക്കും ഇവിടേക്ക് പ്രവേശനമില്ല. പകുതി ദൂരം പിന്നിട്ട് വന്ന വഴിയിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അതിമനോഹരവും അതോടൊപ്പം അല്പം പേടിപ്പെടുത്തുന്നതുമാണ്. മലയുടെ ഏറ്റവും മുകളിലെത്തുന്നതിന് തൊട്ടു മുൻപായാണ് മല്ലികാർജുന സ്വാമി ക്ഷേത്രമുള്ളത്. ദ്വാപരയുഗത്തിൽ വനവാസകാലത്ത് പഞ്ചപാണ്ഡവന്മാർ താമസിച്ചിരുന്ന മലയാണിതെന്നാണ് ഐതിഹ്യം. മലയുടെ ഏറ്റവും മുകളിൽ അർജുനൻ തപസ് ചെയ്തൊരു പീഠവുമുണ്ട്. മുകളിലേക്ക് കയറുന്ന വഴിയിലും മല്ലികാർജുന സ്വാമി ക്ഷേത്രത്തിനടുത്തും ധാരാളം കുരങ്ങന്മാരെ കാണാം. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണ്, വെള്ളത്തിൻ്റെ ബോട്ടിൽ, മറ്റ് ഭക്ഷ്യവസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശ്രദ്ധയോടെ വെക്കണം. ഇല്ലെങ്കിൽ ഇവരത് തട്ടിപ്പറിക്കും. മല്ലികാർജുന സ്വാമി ക്ഷേത്രത്തിനടുത്തായി താഴേക്ക് ഇറങ്ങി ചെല്ലുന്നൊരു ഗുഹയുണ്ട്. അവിടെ നിന്ന് കുടിക്കാൻ പറ്റുന്ന വെള്ളം കിട്ടുമെന്നാണ് പറയുന്നത്. ധാരാളം പേർ ഇവിടെ ഇറങ്ങി വെള്ളം എടുക്കുന്നത് കാണാം. ഇത് വേനൽക്കാലമായതുകൊണ്ടാണ്. മഴക്കാലമായിരുന്നെങ്കിൽ തൊട്ടടുത്ത് നിന്ന് തന്നെ വെള്ളം എടുക്കാൻ സാധിക്കും. ഇവിടെയുള്ള എല്ലാവരും ഈ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ വയ്യ. മുകളിൽ കയറി നിന്ന് വന്ന വഴിയിലേക്ക് നോക്കുമ്പോൾ കാണുന്നതൊക്കെയും മനോഹരമായ കാഴ്ചകളാണ്. അത്രത്തോളം ഉയരത്തിൽ നിന്നാണ് നമ്മൾ ഈ ഗ്രാമം കാണുന്നത്. മല്ലികാർജുന സ്വാമി ക്ഷേത്രം കഴിഞ്ഞാൽ മുകളിലേക്ക് കയറുന്നതിന് കൃത്യമായ പടികളൊന്നുമില്ല. വളരെ പ്രയാസപ്പെട്ട് വേണം മുകളിലേക്ക് കയറാൻ. ഇവിടെ നിന്ന് മുകളിലേക്ക് അധികമൊന്നും കയറാനില്ല. പലരും ഇവിടെ വരെ വന്ന് തിരിച്ചു പോകുന്നതായി കണ്ടു. പക്ഷേ ഇവിടെ വരെ എത്തിയാൽ തീർച്ചയായും മുകളിലേക്ക് കയറണം. എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും മുകളിലേക്ക് നാം കയറിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകൾ ആ പ്രയാസങ്ങളൊക്കെ മറക്കാൻ സഹായിക്കും. അത്രയും മനോഹരമായ കാഴ്ചകളാണ്.
ഒരു ഫ്ലൈറ്റിൽ നിന്ന് നോക്കുന്നത് പോലെയാണ് നമ്മൾ ഈ കീരന്നൂർ ഗ്രാമവും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളും കാണുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ മലമുകളിൽ നിന്ന് ചുറ്റുമുള്ള ഭാഗങ്ങൾ സർവേ ചെയ്തിരുന്നു. ആ സർവേ കല്ല് ഇപ്പോഴും ഇതിനു മുകളിൽ കാണാം. അമാവാസി, മഹാശിവരാത്രി, ചിത്ര പൗർണമി എന്നിവയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങൾ. അത്തരം ദിവസങ്ങളിൽ ഇവിടെ അന്നദാനമൊക്കെ ഉണ്ടാവാറുണ്ട്. മുകളിലേക്ക് കയറുന്നത് പോലെ താഴേക്ക് ഇറങ്ങുന്നതും അല്പം പ്രയാസം തന്നെയാണ്. ഞങ്ങൾ താഴേക്ക് ഇറങ്ങുമ്പോഴേക്കും ശക്തമായ കാറ്റ് വീശാൻ തുടങ്ങിയിരുന്നു. നമ്മൾ താഴെ നിന്ന് നോക്കിക്കണ്ട ഈ മലയുടെ മുകളിൽ കയറി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസവും സന്തോഷവും ആ കിക്കൊന്നും ഒരു ലഹരിക്കും തരാൻ സാധിക്കില്ല. എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരാൻ ശ്രമിക്കണം. ഈ മലയുടെ മുകളിൽ നിന്ന് നാം കാണുന്ന കാഴ്ചകളും അതുപോലെ ഈ മലയിലേക്ക് എത്താൻ നമ്മൾ നടത്തുന്ന യാത്രയുടെ അനുഭവങ്ങളും അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നായിരിക്കും. മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരിടത്ത് 2 പാറകൾക്കിടയിൽ ഒരു ചങ്ങല ഇട്ടിട്ടുണ്ട്. അതിൽ പിടിച്ച് ഊർന്നിറങ്ങി വേണം താഴേക്കെത്താൻ. ഭക്തർക്കേറെ പ്രിയപ്പെട്ട സ്ഥലമാണിത്. കാക്കഭുജണ്ഡ മഹർഷി ഒരു ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ ഭഗവാനെ ദർശനം ചെയ്യാൻ ഇവിടെ എത്താറുണ്ടെന്നാണ് വിശ്വാസം. പല നാട്ടുകാരും അത് കണ്ടതായി അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ കാമധേനു ഭഗവാന് നിത്യവും പാലഭിഷേകം ചെയ്ത് മോക്ഷം കൊണ്ടതും ഈ മലയിലാണെന്നാണ് വിശ്വാസം. ഒരുപാട് വിശ്രമിച്ചും സമയമെടുത്തുമാണ് ഞങ്ങൾ മുകളിലേക്കും താഴേക്കും പോയത്. മുകളിലേക്ക് കയറാൻ ഏകദേശം 2.5 മണിക്കൂറോളം സമയമെടുത്തു. താഴേക്കെത്താൻ ഏകദേശം 1.5 മണിക്കൂറും. മലയുടെ താഴെ എത്തിയപ്പോൾ ഇവനും ഈ വണ്ടിയും ഞങ്ങളെ കാത്തിട്ടെന്ന പോലെ നിൽക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ ബസ് കിട്ടുന്ന സ്ഥലം വരെ ഈ വണ്ടിയിലാകാം യാത്ര എന്ന് വെച്ചു. അതും ഒരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു. നമ്മുടെ നാട്ടിലെവിടെയും ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടിയോ ഒന്നും കാണാൻ പറ്റില്ല. ഫ്രണ്ട്സ്, ഇനിയും ഇതുപോലുള്ള യാത്രകളുമായി വീണ്ടും കാണാം.